ഭൂമിയെ ലക്ഷ്യമിട്ട് കൂറ്റൻ ഉൽക്കകൾ പതിയുമോ എന്ന ആശങ്കയിൽ ശാസ്ത്രലോകം. 72 മണിക്കൂറുകൾ നിർണായകമാണ്. ബഹിരാകാശത്ത് എരിഞ്ഞു തീർന്നില്ലെങ്കിൽ ഏത് സമയവും ഇവ ഭൂമിയിൽ പതിക്കാം. ബഹിരാകാശത്തിലൂടെ ഭൂമി ലക്ഷ്യമിട്ടെത്തുന്നത് 10 കൂറ്റൻ ഉൽക്കകളാണ്. ഇന്നലെ മുതൽ നാളെ അവസാനിക്കുന്ന 72 മണിക്കൂറുകൾ നിർണായകമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ബഹിരാകാശത്ത് എരിഞ്ഞു തീർന്നില്ലെങ്കിൽ ഇവ ഭൂമിയിലെത്തും. ഉൽക്കകൾ പല വലിപ്പത്തിലുള്ളതാണ്. നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന നിലയിലാണ് ഓരോന്നിനെയും നാസ കണക്കാക്കുന്നത്. സ്ഥിരമായി ഭൂമിക്കടുത്തുകൂടി ഉൽക്കകൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും 10 എണ്ണം സഞ്ചാരപഥത്തിലുള്ളതാണ് എന്നതാണ് പ്രത്യേകത. ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാധ്യതയും നാസ വിലയിരുത്തുന്നുണ്ട്. ഇവയിൽ ചെറിയ ഉൽക്കകളിലൊന്ന് ഭൂമിയിൽ നിന്നും വെറും 2.3 ദശലക്ഷം കിലോമീറ്റർ മാറിയാണ് കടന്നുപോയത്. മറ്റൊരു ഉൽക്ക 72 മണിക്കൂറിനുള്ളിൽ ഭൂമിക്കടുത്തെത്തും. ചന്ദ്രനിൽ നിന്ന് അല്പം മാറിയാണ് ഉൽക്കകളുടെ സഞ്ചാരപാത എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്നാൽ സെക്കൻഡിൽ 6 കിലോമീറ്റർ മുതൽ 17 കിലോമീറ്റർ വരെ വേഗതയിലാണ് കുതിക്കുന്നത്. 170 മീറ്ററാണ് ഏറ്റവും വലിയ ഉൽക്കയുടെ വലിപ്പം. 60 മുതൽ 120 മീറ്റർ വരെ വലിപ്പമാണ് മറ്റുള്ളവയ്ക്ക്. ഏറ്റവും ചെറിയ ഉൽക്കയ്ക്ക് 7 മീറ്റർ നീളമുണ്ട്. ഉൽക്കകളുടെ വേഗത കൊണ്ടുതന്നെ സഞ്ചാരപാത മാറി ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭൂരിഭാഗം ഉൽക്കകളും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കടന്നാൽ കത്തിത്തീരുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. വലിയ ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചാൽ അപകടത്തിനും സാധ്യതയുണ്ട്. ഭൂമിക്കരികിലൂടെ നിരവധി ഉൽക്കകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇത്ര വലിയ ഉൽക്കകൾ ഒരുമിച്ച് വരുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.